സ്ത്രീകളെ മനസ്സിലാക്കാൻ ആണുങ്ങൾക്ക് അവരുടെ പെയിൻ അറിയണം എന്നുണ്ടോ, അല്ലെങ്കിൽ മന്ത്ലി വരുന്ന പെയിൻ അറിയണം എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ പൊതുവെ മൊത്തത്തിൽ ആണുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? സ്ത്രീ ആയിരിക്കുന്ന ദിവ്യയോടെ ചോദിച്ചാ ചോദ്യം. ഇല്ല, എനിക്ക് റോജിന്റെയും കൂടെ കേട്ടിട്ട് പറയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിപ്പം ഒരാണിന് സ്ത്രീയെ മനസ്സിലാക്കാൻ ഈ പെയിൻ അറിഞ്ഞാൽ ആണിന് സ്ത്രീയെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയല്ല, മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ വേണ്ട രണ്ട് സംഭവം സിമ്പതി, എമ്പത്തിയാണ്. സിമ്പതി മാത്രം കേട്ടും കാര്യം എമ്പത്തിയാണ് വേണ്ടത്. തന്മയീഭാവം നമ്മൾ പറയും. അതുണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റേയാളെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഈ ആർത്തവുമായി ബന്ധപ്പെട്ട് വരുന്ന പെയിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഈ പെയിൻ മനസ്സിലാക്കണമെങ്കിൽ അതൊന്ന് അനുഭവിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു ബയോളജിക്കലി ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയും, അതൊന്ന് അനുഭവിച്ചാൽ അത് കുറച്ചും കൂടെ കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നല്ല ഞാൻ പറയുന്ന ആ ഒരു ഫീല് ശരിക്കും അറിയണേ. അത് ശരിക്കും അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഫീൽ അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടെയുള്ള പെണ്ണിനോട് കുറച്ചും കൂടെ റെസ്പെക്ട് തോന്നും. അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ഫീൽ അനുഭവിക്കുന്നത് എങ്ങനെ അനുഭവിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ പെയിൻ. കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യരും വേദനയുള്ള മനുഷ്യരാണ്. ചിലർക്ക് ശാരീരികമായ വേദനയായിരിക്കും, മാനസികമായ വേദനയായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾ തന്നെ പല ടൈപ്പ് അസുഖങ്ങളുള്ളവരുണ്ട്. ഇതെല്ലാം നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് വയ്യ, ഒരു പുരുഷന് വയ്യ, അവന് കാലൊടിഞ്ഞിരിക്കുക, വിരലൊടിഞ്ഞിരിക്കുക, അയാൾ പറയാം ഇത് നിങ്ങൾ അനുഭവിച്ചാലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെയല്ല. നമ്മൾ കാലിൽ ഒടിഞ്ഞ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അയാളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിധമുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഇത് അനുഭവിക്കാൻ എങ്ങനെയാണെന്ന് അല്ല, അനുഭവം അതാ ഞാൻ പറയാം. ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആണുങ്ങൾ ഈ പെയിൻ അറിയാൻ വേണ്ടി ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അത് എക്യുപ്മെന്റ് നമ്മൾ വയറിലൂടെ ഇങ്ങനെ ചിപ്പ് ചെയ്യും. എന്നിട്ട് അതിൽ അത് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഒരു ഷോക്ക് പോലെ ഒരു സാധനം കയറിപ്പോവും. ഇതാണ് പീരീഡ്സിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പെയിൻ. അപ്പം ഇത് കണ്ടിട്ട് ഈ എക്സ്പീരിയൻസ് നടത്തി കഴിഞ്ഞിട്ട് ആ ചെയ്യുന്ന ആൺകുട്ടികൾ പറയും ഇങ്ങനത്തെ ഇത്രയും പെയിനാണോ ദിവസവും ഇവർ അനുഭവിക്കുന്നത് എന്നൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഒരു തലവേദന വരുന്നു, നടുവേദന വരുന്നു, കാലുവേദന വരുന്നു. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ, ഈ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റെസ്റ്റ് എടുക്കും. നമ്മൾ റെസ്റ്റ് എടുത്ത് ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ അയ്യോ തലവേദന എടുക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്ന ഈ തലവേദന കൂടത്തേ ഉള്ളൂ. എൻ്റെ ഐഡിയ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ പാർട്ട്ണർ എടുത്താണെങ്കിലും ഞാൻ പറയട്ടെ, കുറച്ച് നീ മിണ്ടായിരുന്നു, എനിക്ക് വയ്യല്ലോ, മിണ്ടാതി കിടക്കുക. പക്ഷേ ഈ സിറ്റുവേഷൻ പീരിയഡ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതെന്താണ് പീരിയഡ്സ്? എപ്പോഴും എനിക്ക് തോന്നുന്നില്ല, ഈ ഭൂകമ്പത്തിൻ്റെ ഒക്കെ സംഭവം പറയുന്നത് ഒരു പ്രകമ്പനമാണ്. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്നത് ശരിയാണ്, അതിന് തലവേദന, നടുവേദന, ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് വേദനിക്കും. പക്ഷേ അതിനൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നുള്ള പ്രകമ്പനങ്ങളാണിത്. അപ്പം ഇതിലുണ്ടാകുന്ന ഫിസിക്കൽ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് തൽക്കാലം ഒന്ന് ഒതുക്കാനൊക്കെ പറ്റും, അതിൻ്റെ ഡെൻസിറ്റി ഒന്ന് കുറയ്ക്കാനൊക്കെ കുറച്ച് പറ്റും. പക്ഷേ ഇതിലുണ്ടാകുന്ന കുറച്ച് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. അത് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് ഡിപ്രഷനൊക്കെ പോലത്തെ മാനസിക പ്രശ്നങ്ങൾ വരാം, ആങ്സൈറ്റി വരാം, നമ്മൾ ഈ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ എന്നൊക്കെ ചിലരുടെ സ്വഭാവത്തിൽ ഉണ്ടാവും. എല്ലാവരുടെ കാണിക്കും ഇത്. നമുക്കൊക്കെ ഇപ്പം നമ്മൾക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും നമുക്ക് ഏകദേശം ഇവരുടെ സ്വഭാവത്തിലുള്ള ഈ വ്യത്യാസം വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവർക്ക് പീരിയഡ്സ് സമയമായിട്ടുണ്ട്, ഡേറ്റ് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും. കാരണം ചിലർ ഭയങ്കര ഒരു കാര്യമില്ലാണ്ട് കാര്യം ശരിക്കും പാർട്ട്നേഴ്സാണ് ഇത് കാണുമ്പോൾ ഞെട്ടിപ്പോവുക. വെറുതെ ഇരിക്കണ ഒരാൾ വെറുതെ ഇരുന്ന് കരയുന്നു, ഒരാവശ്യമില്ലാണ്ട് കരയുന്നു, ഒരാവശ്യമില്ലാതെ വിഷമിക്കുന്നു, പിന്നെ തൊട്ടതിനെ പിടിച്ചതിന് പ്രശ്നമാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. യെസ്, ഇതൊക്കെ കുട്ടികളോട് ദേഷ്യപ്പെടുന്നു. അതൊക്കെ ഇവരിൽ വരുന്ന ഹോർമോൺ വ്യത്യാസം കൊണ്ട്, ഈ സമയത്ത് ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സ്ത്രീകൾക്ക് പോലും ശരിക്കും ഇതിനെക്കുറിച്ച് അറിയാം. അല്ല, ഞാൻ കഴിഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു സ്ത്രീ കാണിക്കുന്ന ഇപ്പോൾ പെയിൻ നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ത്രീ കാണിക്കുന്ന ഇമോഷണലി പമ്പിങ് അത് അവന്റെ പാർട്ട്ണർ സഹിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇത് അവരുടെ തലച്ചോറിൽ വരുന്ന മാറ്റം കൊണ്ട് വരുന്ന സ്വഭാവമാണ്, അല്ലാണ്ട് മാനസികമായിട്ടാണ് ഇത്. സ്ത്രീകൾക്ക് എന്താ വേണ്ടേ? നമ്മൾ സാധാരണ ചിലർക്ക് അല്ല അത് ഞാൻ പറഞ്ഞു, അതും എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് ആ സമയത്ത് വേണ്ടത് ഭയങ്കര പാമ്പറിങ് ആണ്. പൊന്നെ തേനെ ചക്കര എന്ന് പറഞ്ഞിരിക്കുന്ന ഭയങ്കര പാമ്പറിങ് ചിലർ ആഗ്രഹിക്കുന്നത്. ചിലർക്ക് ആ സമയത്ത് ആ ഏരിയയിൽ ഒരു മനുഷ്യനെ കാണാൻ ഇഷ്ടമല്ല, അവർ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആ സമയത്ത് ഇഷ്ടപ്പെടുന്നത്. ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആവും. ചിലരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ കരയും, ഒരു വിഷമം ഭയങ്കര. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ആശ്വസിപ്പിക്കാൻ ഒരാൾ. ചിലർക്ക് വേണ്ടത് അവരുടെ ഫിസിക്കൽ ജോബിൽ ഒരു ഷെയറാണ് ആവശ്യമുണ്ടാവുക.
ഇത് പാർട്ട്ണറാണ്, അയാളുടെ പാർട്ട്ണർക്ക് എന്താണ് വേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് പിന്നെ നമ്മൾ കൂടെ ഒരുമിച്ച് ഒരു കാര്യമുണ്ട്, എപ്പോഴും ഇല്ല, ഒരാൾക്ക് പാറ്റേൺ സെയിം. ആണുങ്ങൾക്ക് ഈ പാറ്റേൺ അറിയത്തില്ല, ആണുങ്ങൾക്ക് ഇത് അറിയത്തില്ല. ഒരു കാര്യമുണ്ട്, ഇതിപ്പോ പറഞ്ഞെടുത്ത കാര്യം എന്ന് പറയുമ്പോൾ, അതായത് ഇത് ഇവര് മാനേജ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ കാണിക്കുന്നത് എന്താണോ നിങ്ങളെ സമയത്ത് മാനേജ് ചെയ്യുക. അപ്പൊ പാർട്ണർ ആണെങ്കിൽ പാർട്ണർ, ഭർത്താവെങ്കിൽ ഭർത്താവ്, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ഇതിലേക്ക് ഒരു കാര്യം അറിയോ, ഈ പെൺകുട്ടികളുടെ ഈ പീരീഡ് സമയത്ത് ഒരു ഭർത്താക്കന്മാർക്ക് സമാധാനമില്ല വീട്ടിൽ. അവർക്ക് വീട്ടിലോട്ട് അകത്തോട്ട് കയറണ്ട, പുരുഷന്മാർക്ക് വേണ്ടി അകത്തോട്ട് കയറണ്ട. ജുവി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ കാമുകന്മാരാണെങ്കിലും ഇപ്പോൾ പാർട്ട്നേഴ്സ് ആണെങ്കിലും അവർക്ക് പോകണ്ട വീണ്ടത്തോട്ട്. അത് ആ 7-8 ദിവസം ഇവർക്ക് എങ്ങനെയും ഇറങ്ങി പോയാൽ മതി. കാരണം ഇവർക്ക് പുരുഷന്മാർക്ക് മനസ്സിലാവുന്നില്ല ആ വീട്ടിൽ സംഭവിക്കണമെന്ന്. ഇപ്പൊ പറയില്ല പാറ്റേൺ കറക്റ്റാണ്, പാറ്റേൺ കറക്റ്റ് അല്ല. അതായത് ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് ചൂടുവെള്ളം വേണമായിരിക്കും, ചിലപ്പോൾ വേണ്ടായിരിക്കും. ചിലപ്പോൾ ഈ മാസം ഇങ്ങനെയാണെങ്കിൽ അടുത്ത മാസം അവർക്ക് അങ്ങനെയല്ല. അല്ലല്ല പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തേ, അടുത്ത മാസം അങ്ങനെയല്ല. അതായത് ഇവരെ സംബന്ധിച്ചിട്ട് ഞാൻ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഇപ്പൊ ഇവർക്ക് പെയിൻ ഉണ്ട്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ വേദനയും മറ്റൊരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാം. ഓ ഇപ്പൊ ദിവ്യ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു പ്രകമ്പനം പോലെ ഒരു പെയിൻ ആണ് വരുന്നത്, നമുക്ക് ആ പെയിൻ നമുക്ക് ഇമാജിനേഷൻ ചെയ്യാം. അപ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ നമ്മുടെ അമ്മയാണോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണോ നമ്മുടെ ഭാര്യയാണോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറാണോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ഫിസിക്കൽ ജോബ് അവരോട് ചെയ്യിപ്പിക്കാതിരിക്കാം. വീട്ടിലെ ജോലിയാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ അവർക്കൊരു കഞ്ഞിയോ അല്ലെങ്കിൽ ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. ഇനി ഒട്ടും വയ്യെങ്കിൽ നമുക്ക് ഇവരുടെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകാം. ഇത് പറഞ്ഞാലേ അറിയത്തുള്ളൂ കംപ്ലീറ്റ് അല്ല വേണ്ട. ഇത് നമുക്ക് ജനറലായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാം, ഇങ്ങനെ ആയിരിക്കുമല്ലോ ഒരാൾക്ക്. നമ്മൾ വയ്യാതെ എടുക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനം ഇങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം നമുക്ക് വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല. എനിക്കൊരു വിയോജിപ്പുണ്ട്. ഞാൻ ഈ ഒരു ഇവർക്ക് ഇപ്പൊ പറഞ്ഞ സെന്റൻസില്ലേ, അതായത് ഒരാൾക്ക് വയ്യാണ്ട് കിടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള പറയണം. ഞാൻ സത്യമായിട്ട് സ്ത്രീകളെടുത്ത് പറയുന്നതാണ്, നമുക്ക് മറ്റൊരാൾക്ക് നമ്മുടെ വേദനയോ നമ്മുടെ വിഷമങ്ങളോ മനസ്സിലാക്കാൻ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണമെന്നോ കൂടെ നിന്നാൽ പോലും മനസ്സിലാക്കണം എന്നില്ല. പക്ഷെ യു ക്യാൻ സ്പീക്ക്, നമുക്ക് പറയാലോ നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന്. അപ്പോ ഈ സാധനം സ്ത്രീകൾ എന്താ കാണിക്കുന്ന അറിയോ ജുബി, ഇവരുടെ പെയിൻ ഇല്ലേ ഇവർ ഇമോഷണലായിട്ട് കൺവേർട്ട് ചെയ്യും. പമ്പിങ്ങാ, ത്രൂ ഔട്ട് പമ്പിങ്ങാ. അതായത് മുന്നിലിരിക്കുന്ന ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഒരു പാർട്ണർ അവിടെ ഇരുന്ന് അവർക്ക് ഡേറ്റ് ആയിരുന്ന സമയത്ത് ഒന്ന് സ്നേഹത്തോടെ ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം സംസാരിക്കുക, ഒന്നുമില്ല. ഒന്നെങ്കിൽ വഴക്കിടുക, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റിങ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പെയിനാണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്, പല സ്ത്രീകളും ഈ പറയുന്ന വേദനയെ ഇമോഷണലൊക്കെ കൺവേർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണറിന്റെ അടുത്തേക്ക് ഇതേ സാധനം പമ്പ് ചെയ്തിരിക്കുക. ഞാൻ പെയിനാണ്, നീ സന്തോഷിക്കണ്ട, എനിക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് എത്ര നാളിന് ചെയ്യാൻ പറ്റും? ഞാൻ ആക്ച്വലി എന്താ വേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി വേണ്ടത് ഒരു കെയർ ആണെങ്കിൽ കെയർ കൊടുക്കാം. അതിന്റെ അപ്പുറം വിട്ടിട്ട് ഇമോഷണലി എന്തിനു ചെയ്യുന്നത്? ഈ ഇമോഷണൽ ഡാമേജ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് രാവിലെയാണ് ഒരു പാർട്ണർക്ക് വയ്യാതെ നിൽക്കുക, അന്നത്തെ ദിവസം അവന്റെ പോക്ക. അവൻ സമാധാനം ഇല്ലാതെ ഇരിക്കും. അപ്പോൾ ഓഫീസിലോട്ട് പോകുന്നത് സമാധാനം ഇല്ലെങ്കിൽ അപ്പോൾ ജോലി സ്ഥലത്തോട്ട് പോകുന്നത് അവർക്കറിയാം. അവർ നമുക്ക് ഒന്നുമില്ല, ഒരു വിഷയം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തൊട്ടേനായിരിക്കും, നമ്മളിപ്പോൾ പറഞ്ഞേനായിരിക്കും, അവിടെ കിടന്ന് പൊട്ടിത്തെറിച്ച്. ഇവർ കാണിക്കുന്നത് വേദനയുടെ സാധനം. അങ്ങനെയാണെങ്കിൽ വേദന വന്നാൽ എല്ലാവരും ഇത് തന്നെ കാണിക്കേണ്ട വീട്ടിൽ കിടന്ന്. അതല്ലേ പറയുന്നത്, ഇത് തലച്ചോറിൽ നമുക്ക് ഹോർമോൺ വ്യതിയാനം അനുസരിച്ചിട്ട് നമുക്ക് ഡോപ്പമിന്റെ ഒക്കെ വ്യത്യാസത്തിലൊക്കെ വരും. ഓരോരുത്തരുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരും. അത് ഇതിന്റെ ഭാഗമാണ്. ഇത് നമ്മുടെ കണ്ടിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ അമ്മമാരൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ എന്റെ അമ്മയും കൃത്യമായിട്ട് പറയും, മോനെ എനിക്ക് വയ്യ, ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ വയ്യ. ഇത് ഇവിടെ ഇല്ല, മറ്റേ ഈ സാധനം ഇങ്ങനെ കോരി തേച്ച് വെച്ചേക്കാം. അതായത് നിങ്ങൾ മൂഡ് സ്വിങ്സ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കണം. എന്തിനാ എറിഞ്ഞു പൊട്ടിക്കണം? എന്തിനാ മൂഡ് സ്വിങ്സ് ആകുമ്പോൾ? എന്തിനാ ഈ തെറി വിളിക്കണം? എന്തിനാ ചീത്ത വിളിക്കണം? എന്തിനാ പിള്ളേരെ ചീത്ത വിളിക്കണം? എന്തിനാ പുരുഷന്മാരെ ചീത്ത വിളിക്കണം? എന്തിനാ? ഇതൊന്നും നമ്മുടെ അമ്മമാരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കാണ് ഈ പ്രശ്നം വരുന്നത്. മനസ്സിലായി? ഏകദേശം ഒരു 2000 തൊട്ട് ഇങ്ങോട്ടായിരിക്കും, അല്ലെങ്കിൽ 95 തൊട്ട് ഇങ്ങോട്ടായിരിക്കും. അതായത് മറ്റേ ഈ മെൻസസിനെ എന്തോ വലിയ മഹത്വവൽക്കരിച്ച് വെച്ച് ഇതിന് ഭയങ്കര പെയിനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, മൂഡ് സ്വിങ്സ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്യും. ആക്ച്വലി ഒരു പെയിൻ വരുന്നൊരു വ്യക്തിക്ക് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ റീല് കണ്ട് അഡിക്റ്റ് ആയിട്ട് ഇതെന്തോ ഞങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നമ്മളപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന എന്താ എൻ്റെ വേദനയ്ക്ക് നിങ്ങൾ ചിരിക്കണോ? നമ്മൾ ചിരിക്കുന്നപ്പം വേറെ പല കാര്യങ്ങളും ആലോചിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും. ഒരാൾക്ക് പെയിൻ ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെ കൂടെ നിൽക്കുന്ന പാർട്ണർക്ക് 24/7 ഇങ്ങനെ നിൽക്കാൻ പറ്റൂല ദിവ്യ. ഞാൻ അങ്ങനെ 24/7 അങ്ങനെ നിൽക്കണം. ഞാൻ പറയുന്നത് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് പുരുഷന്റെ സ്ത്രീയുടെയും ശാരീരിക ഘടനയെ കുറിച്ചുള്ള വ്യത്യാസമാണ്. പറയട്ടെ സ്ത്രീകൾക്ക് ഹോർമോണിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ശരീരത്തിൽ മുഴുവനുണ്ട്. അതനുസരിച്ചിട്ട് നമ്മളുടെ മാനസിക ആരോഗ്യം, അതായത് തലച്ചോറ്, ഞാൻ പറയുന്നത് ഇത്
ഒരു പെണ്ണിന് complete. ഈ പറയുന്ന മാസമുറ പെയിൻ വന്നിട്ട് അവളൊന്ന് തലക്കടിച്ച നമ്മളിത് ഇല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നമ്മൾ ഇപ്പൊ ഡിപ്രഷൻ പോലത്തെ മാനസികാവസ്ഥകൾ വരും, ആങ്സൈറ്റി വരും, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. പല ആത്മഹത്യകളൊക്കെ നടക്കുന്ന പല ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പീരിയഡ്സിന്റെ തൊട്ട് മുമ്പുള്ള പീരിയഡിലൊക്കെ ആത്മഹത്യകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് അല്ല ലൈഫിൽ മുഴുവൻ പറയട്ടെ. അതായത് അതുകൊണ്ട് അവർ പീരിയഡ്സിന്റെ വേദന കൊണ്ട് ആത്മഹത്യ ഒന്നും അല്ല പറയുന്നത്. അവരുടെ മനസ്സിലുള്ള ഇമോഷണലി ഇഷ്യൂസ്, അവർ ഇമോഷണലി അവർ ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വരുന്ന ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് അടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ശാരീരികമായ മാറ്റം കൊണ്ട് മാത്രം വരുന്ന ഒരു മാനസികാവസ്ഥയാണ്. അല്ലാണ്ട് എല്ലാ മനുഷ്യരും ഇപ്പൊ ഇതിനകത്ത് കളികളില്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വെച്ചിട്ട് എന്നാ ശരി അവനെ കുറച്ച് കഷ്ടപ്പെടുത്താം, ഞാൻ ബയോളജിക്കലി ഒരു പെണ്ണല്ലേ, ഞാൻ പെണ്ണുങ്ങളുടെ കൂടുതലല്ലേ ജീവിക്കുന്നത്. എൻ്റെ വീട്ടിലും പെണ്ണുങ്ങളാണ് കൂടുതലുള്ളത്. എനിക്കറിയാലോ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന. എൻ്റെ വീട്ടിലുള്ള ഒരു മോള് അവളിപ്പം ഫിസിക്കൽ പെയിൻ മാത്രമല്ല, ഇമോഷണലി അങ്ങനെ ആര് ദ്രോഹിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, അങ്ങനെ ദ്രോഹിക്കണം എന്നില്ല എന്നാണ് പറഞ്ഞത്. എല്ലാ വീട്ടിലും അതല്ല സ്ഥിതി. ഈ കൂടെയുള്ള ആള് മറ്റേ ആള് എല്ലാ വീട്ടിലും അതല്ല സ്ഥിതി എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ഇല്ലാത്ത വീട്ടിൽ ഇങ്ങനെയാ. അപ്പൊ ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ സ്വന്തം വീട്ടിൽ പോയി സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ സ്വന്തമായിട്ട് അടങ്ങി ഒതുങ്ങി കിടക്കും. ഇനി ഭർത്താവില്ലാത്ത വീട്ടിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഭർത്താവില്ലല്ലോ, അപ്പൊ പിന്നെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി പാർട്ണറില്ലാത്ത സ്ത്രീകൾക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒന്നെങ്കിൽ മെഡിസിൻ കഴിച്ച് അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിച്ചാലും കഞ്ഞി കുടിച്ച് എവിടെ പോയി ഒതുങ്ങി കിടക്കും, ആ അസുഖം മറന്നവർ കിടക്കും. പാർട്ട്നേഴ്സ് ഉള്ള വീടുകളിൽ, പുരുഷന്മാരുള്ള വീടുകളിൽ സ്ത്രീകൾ കാണിക്കുന്ന മെയിൻ പരിപാടിയാണത് ഇമോഷണലായിട്ട് തകർത്ത് തരിപ്പടായി കളയും. ആ ദിവസങ്ങൾ വീണ്ടും ഒരു പെൺകുട്ടിക്ക് അറിയാം, അല്ലെങ്കിൽ അവൾ ഏത് പാറ്റേൺ ആയിക്കോട്ടെ വരുമെന്ന് അറിയാം. ഈ പെയിൻ വന്നാൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഇന്ന മൂഡ് സ്വിങ്സ് ഉണ്ടാവും അറിയാം, ഈ മാനസികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും എല്ലാം അറിയാം. ഇതിനെന്ത് പ്രിക്കോഷനാണ് ആസ് എ പെൺകുട്ടി അവൾക്ക് എടുക്കുന്നത്? അതാ പറഞ്ഞത്. ഇപ്പം എനിക്ക് തലവേദന വന്നു, എനിക്ക് പനിയാണ്. ഞാൻ ആദ്യം ചെയ്യുന്നത് ഞാൻ മൂടി പുറച്ച് കിടക്കും. എനിക്ക് കഴിക്കാനേ പറ്റൂല. ഞാൻ മൂടി പുറച്ച് കിടന്ന് ഫാൻ ഓഫ് ചെയ്ത് കിടന്ന് വേർക്കാൻ നോക്കും, അറിഞ്ഞുകൊണ്ട് വേർക്കാൻ നോക്കും. മൂടി കുറേ ഷീറ്റ് എടുത്ത് പുറച്ച് കിടക്കും. ഇത് വേർത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്നറിയാം. ഇത് ഞാൻ ചെയ്യുന്ന. പക്ഷേ ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതറിയാം, നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്. ഇതിന് ഒരു പെൺകുട്ടി എന്താണ് അവരെടുക്കുന്നത്? അവരൊന്നും എടുക്കുന്നില്ലല്ലോ. അല്ല, അത് പറയുന്നതല്ലേ, നിങ്ങൾ പറയുന്നതല്ലേ പെൺകുട്ടി ഒന്നും എടുക്കുന്നില്ല എന്ന്. ഞാൻ ഇതിൽ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം മുമ്പുള്ള ജനറേഷനൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം മാത്രമാണ് ഈ വേദന എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളൊക്കെ വീട്ടിലുള്ള നമ്മുടെ ഒരു അതെ നമ്മളൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊട്ടുമുമ്പുള്ള ജനറേഷനിലുള്ള ആൾക്കാരെടുത്ത് നമ്മളിപ്പൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താ അറിയൂ, നമുക്ക് ഇങ്ങനെയൊക്കെ വന്നിരുന്നത് പോലും പുറത്ത് കാണിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ, അന്നത്തെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നമുക്കത് പുറത്ത് കാണിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു ഇത് വരാം, അതിനെക്കുറിച്ച് ആദ്യം ക്ലാസ്സൊക്കെ പറഞ്ഞു കൊടുക്കും. സ്കൂളുകളിലും അവർക്ക് അതിനുള്ള അവയർനെസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ മുമ്പുണ്ടായിരുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നതിനേക്കാൾ നോളജ് ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടെ വീടുകളിൽ പാമ്പറിങ് ഒക്കെ കിട്ടി വളരുന്ന. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു 12-13 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കൃത്യമായിട്ട് അടുക്കളപ്പണി പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ആ കുട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്, അതായത് ഒരു മുതിർന്ന വ്യക്തിയായിട്ടല്ല കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു പാമ്പറിങ്ങും സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കിട്ടും. പണ്ട് അച്ഛന്മാർ സാനിറ്ററി പാഡ് വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ ഒരു ഭയങ്കര വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ അച്ഛനോ ഏട്ടനോ ഒക്കെ തന്നെയാണ് എല്ലാവർക്കും വീട്ടിൽ ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്, ചൂടുവെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാമ്പറിങ് അവർ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. സോ അവരുടെ ലൈഫിൽ വരുന്ന വ്യക്തിയിൽ നിന്നും അത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഞാൻ അവരുടെ സപ്പോർട്ടും അല്ല, സാധ്യതയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നതിന് പിന്നിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ ആ വ്യക്തിയോടുള്ള ഒരു സ്വാതന്ത്ര്യവും ഒക്കെ ആയിരിക്കാം മേ ബി അങ്ങനെ ചെയ്യുന്നത്. ചിലവർ എന്നാൽ അവൻ കുറച്ച് പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പണിയെടുക്കാൻ മീൻസ് കുറച്ച് കഷ്ടപ്പെട്ട് ഇമോഷണലി അവൻ കുറച്ച് കഷ്ടപ്പെട്ട് എനിക്ക് ഫിസിക്കലി എനിക്ക് ഇമോഷണലി വേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അവൻ മാത്രം അങ്ങനെ സൂക്ഷിച്ചിരിക്കേണ്ട, അവനും കുറച്ച് വിഷമിക്കട്ടെ, അപ്പം ഞാൻ എൻ്റെത് കൊണ്ടേ അവൻ്റെ തലയിൽ ഇടട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് വേറെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഈ 7 ദിവസം
മാത്രം അവസരമായിട്ട് എടുക്കുന്ന സ്ത്രീകൾ 7 ദിവസം ഇത് അല്ലല്ല, ഞാൻ പീരിയഡ്സിന്റെ മുൻപുള്ള ദിവസങ്ങളിലാണ് ഇമോഷണൽ ഇഷ്യൂസ് വരിക. എന്തിനാ ഞാൻ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ഫയർ ചെയ്ത് എന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? പറഞ്ഞു മനസ്സിലായത് ഹോർമോൺ ചേഞ്ച് കൊണ്ട് വരുന്നത് നമ്മൾ ചോദ്യം അതിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത്. പെൺകുട്ടി അതാ പറയുന്നത്, പെൺകുട്ടി എന്ന രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഈ പീരിയഡ്സിൻ്റെ വേദന വരെ വെച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതാൻ വരെ പോകുന്നത്. നമ്മൾ എക്സാം എഴുതുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കലി നമ്മൾ പലപ്പോഴും ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ ഒതുക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഇമോഷണൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ അതിനൊന്നും സൈക്കോട്ടിക് മെഡിസിൻസ് ഒന്നും എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആ 2-3 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. വീട്ടുകാർക്ക് ഇത് ശീലമായിരിക്കും, ഇത് കാണുന്നതല്ലേ, ആ പ്രായത്തിലല്ലേ തുടങ്ങുന്നത്. അപ്പോൾ വീട്ടുകാരത് ശീലിക്കും. പുതുതായിട്ടൊരു പുരുഷൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഈ പ്രശ്നം. ബോയ് ഫ്രണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് വരുമ്പോഴൊക്കെയാണ് ഇത് വലിയ ഇഷ്യൂ ആവുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഓരോ സ്ത്രീക്കും അവരുടെ ബിഹേവിയറിൽ ഒരു പാറ്റേൺ ഉണ്ട്. അവരിൽ വരുന്നത് ഡിപ്രഷനാണോ ആങ്സൈറ്റി ആണോ അത് ആ സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവരുടെ പാറ്റേൺ ഇതാണെന്ന്. അവർ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ആ കൂടെ ജീവിക്കുന്നവരുടെ പരാജയം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അല്പം മനസ്സിലായി കൂടെ ജീവിക്കുന്നവരുടെ പരാജയം. അപ്പോഴും ഇവിടെ എവിടെയും പറയുന്നില്ല കേട്ടോ. അതായത് ആ ഇമോഷൻ പെയിൻ ആണ്, ഒരു സ്ത്രീയുടെ പെയിൻ ആണ്, നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു, നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ വീണ്ടും പറയാം, ഇപ്പൊ ദിവ്യ പറഞ്ഞില്ലേ അതാ കൂടെ ജീവിക്കുന്നവരുടെ പരാജയമാണെന്ന് പറഞ്ഞു. ദിവ്യ പറഞ്ഞു ഒരു മിനിറ്റ് മിണ്ടാതിരി. അതായത് അത് കൂടെ ജീവിക്കുന്ന പരാജയമാണെന്ന് മനസ്സിലായോ? നമുക്ക് വരുന്ന പെയിനുള്ള ഒരു സ്ത്രീനെ സംബന്ധിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, ഇപ്പൊ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടുമല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഒരു ജോലിയും എടുപ്പിക്കാതെ വീട്ടിൽ അവിടെ കിടന്നോ കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചൂടുവെള്ളവും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഇതിന്റെ അപ്പുറത്തോട്ട് ഇമോഷണൽ ഫയർ എന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് എന്റെ ചോദ്യം. ദിവ്യ 5 മിനിറ്റ് സംസാരിച്ച കാര്യത്തിൽ എനിക്ക് മറുപടി പറഞ്ഞ ഒരു ദിവ്യ എന്നെ ഇടയ്ക്ക് കയറരുത്, മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞില്ലേ അത് കഴിവേടാന്ന്. ഒരു ദിവസം 1 മണിക്കൂർ തന്നെ ഒരാൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ 3-4-5 ദിവസം കണ്ടിന്യൂ ഈ ഇരുന്ന് ഒരാളെ ഡിസ്റ്റർബ് ചെയ്താൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രാന്തം നമ്മൾ വിചാരിക്കില്ലേ, മാനസിക പ്രശ്നം നിൽക്കില്ല. എന്തുകൊണ്ട് ഇമോഷണൽ മാനേജ് ചെയ്ത് കൊടുക്കുക? ഇപ്പൊ വീട്ടിൽ ദിവ്യ പറയുന്ന പോയിന്റ് എന്താ പറയുമോ, ഒരു വേദനയുള്ള ഈ പറയുന്ന മാസമുറയുള്ള ഒരു സ്ത്രീനെ കൊണ്ട് ജോലി എടുപ്പിക്കുക, അല്ലെങ്കിൽ എക്സാം എഴുതിക്കാൻ കൊണ്ടുപോവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി എടുപ്പിക്കുമ്പോൾ ആ പെൺകുട്ടി കാണിക്കുന്ന ഇമോഷൻ നമ്മൾ വാല്യൂ ചെയ്യണം. കാരണം ആ കുഞ്ഞിന് വയ്യ, ഒരു പ്രശ്നമില്ല, നമ്മൾ ഒന്നും ചെയ്യേണ്ട, എവിടെയെങ്കിലും അടങ്ങി ഇരുന്നോളാൻ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല. ഇവർക്ക് ഇമോഷൻ ഫയർ ചെയ്താൽ പറ്റൂ. എനിക്കങ്ങനെ ബുദ്ധിമുട്ട്, എനിക്കിങ്ങനെ ബുദ്ധിമുട്ട്. ഇപ്പൊ പറഞ്ഞില്ലേ പണ്ടത്തെ അമ്മമാർക്ക് സാധനമില്ലാന്ന്. പണ്ടത്തെ അമ്മമാർ ഓവർ പാമ്പറിങ് ചെയ്യില്ലായിരുന്നു, മനസ്സിലായോ കുഞ്ഞുങ്ങളെ. ഇപ്പോഴത്തെ അമ്മമാർ അങ്ങനെയില്ല. മക്കളെ നിങ്ങൾക്ക് മറ്റേ മൂഡ് സ്വിങ്സ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും, 3-4 ദിവസം അടിച്ച് പൊളിച്ചോ, അത് കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ മൂഡ് സ്വിങ്സിന്റെ ഭാഗമായിട്ട് വരുന്നല്ലേ. അതൊക്കെ ഓപ്പോസിറ്റ് പാർട്ണറിനെ സഹിച്ചോളും. ഇനി സഹിക്കാൻ പറ്റില്ലെങ്കിൽ അത് അവന്റെ കഴിവേടായിട്ട് വിചാരിച്ചാൽ മതി. ഈ ദിവസങ്ങളിൽ മൊത്തം ഇഷ്യൂ ആയിരിക്കും. എന്തിനിങ്ങനെ ഫയർ ചെയ്യണം? എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. വയ്യാത്ത ഒരാളാണെങ്കിൽ വയ്യാത്ത പോലെ ഇരിക്കണം. അതിപ്പോൾ നമ്മളാണെങ്കിലും വയ്യാത്തോളം ഇരിക്കണം, ജൂബി ആണെങ്കിലും വയ്യാത്തോളം ഇരിക്കണം. എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ജൂബിനെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? അപ്പോൾ ഈ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നതിന് നല്ല ഹരം കൊള്ളുന്ന, മനസ്സിലായോ? ഈ ഹരം കൊള്ളുന്നതിനാണ് പറയുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോ ഈ മാസമുറ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹോർമോൺ ബുദ്ധിമുട്ട് വന്നാൽ ഇവർ താങ്ങൂല, ഇവർ നേരെ പൊളിഷിപ്പും, മനസ്സിലായി? അല്ലെങ്കിൽ ഇവിടെ അച്ഛനമ്മേനെ വിളിച്ചു ഇവരുടെ കൂട്ടുകാരിമാർ വരും. ഈ പെൺകുട്ടികൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇമോഷണൽ സാധനങ്ങൾ പെൺകുട്ടികൾക്ക് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇമോഷണൽ സാധനം അടിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇമോഷണൽ സംഭവങ്ങൾ അടിക്കുന്നു, പ്രതികരിക്കില്ല. മിക്ക ആൾക്കാരും ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ വയ്യ ഇന്ന് നിൽക്കാൻ പറ്റുന്ന ഇറങ്ങിപ്പോവും. പക്ഷേ ഈ സാധനം നമ്മൾ ദേഷ്യപ്പെടുത്ത് പറയാം. എൻ്റെ മറ്റേ ഓഫീസിൽ നിന്ന് ഭീകരമായിട്ട് ഫയർ ചെയ്ത് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു കാര്യം പറയുന്നു, പാർട്ട്ണർ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം നമ്മൾക്ക് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. ഭർത്താവ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഉടനെ പറയും ആ സാധനം എന്തുകൊണ്ട് നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. അത് മുൻകോപം. അല്ലല്ല, അങ്ങനെ ചെയ്താൽ അത് മുൻകോപം. സ്ത്രീകളെ അടിച്ചമർത്തുന്നു, സ്ത്രീകൾ അടിമകൾ, സ്ത്രീകൾ വീട്ടിൽ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. ഭർത്താവിന്റെ സ്വഭാവം ശരിയല്ല, ഒന്നെങ്കിൽ അവൻ ഡ്രഗ്സ്, അവൻ ഓഫീസിലെ പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പല തെറിയും കെട്ടിടേക്കും വീട്ടിലൊന്ന് കയറുന്നത്. ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ അത് വലിയ വിഷയമാണ്. അത് പുരുഷന്മാരുടെ മൊത്തത്തിലുള്ള പ്രശ്നം. ഒന്നെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്യൂസ്, അതിന് മാനേജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണറുടെ ഫീലിങ്സും പാർട്ട്ണറുടെ വിഷമവും വേദനയും അയാളുടെ ജോലിയുടെ പാറ്റേൺ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള സ്വഭാവവും അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ബേസിക് ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ഉണ്ടാകുന്ന ഒരു പിന്നെ ആളുടെ ഒരു അടുപ്പം കൂടെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ്. ഇതെന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.